ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിച്ച് കിണികിണി. ഓക്കെ, സോ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് കിടക്കാം. ഗൈസ്, നമുക്ക് ഗ്രാനൈറ്റിൽ തുടങ്ങാം. നമുക്ക് ഈസി മോഡ് വേണോ? നമുക്ക് നോർമൽ. ചുറ്റോട് പേടിപ്പിച്ചാണ്, പേടിച്ച് പോരെ. പിന്നല്ലാണ്ട് ഇതോടെ സൈഡിൽ കൂടെ ഒരാളൊന്ന് പേടിപ്പിച്ച് നമ്മളങ്ങ് പേടിച്ചു കൊടുത്ത്. ഓക്കെ ഗൈസ്, നമ്മൾ നോർമലാണ്. ഗ്രാഫിക്സ് ഒക്കെ ഹൈ, ഷോ ഇൻട്രോ. ഓക്കെ, നമുക്ക് നല്ല ഗെയിം പ്ലേ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഈ കാര്യങ്ങൾ നോക്കണം. അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും നമ്മളിന്ന് വെടിവെച്ച് തറയിലിടും. അതൊക്കെ നമുക്കറിയാം. തറയിലിട്ടവരും. പിന്നെ സ്ലെൻഡറീനുണ്ട്. സ്ലെൻഡറീനല്ല, സ്ലെൻഡറീന. സ്ലെൻഡറീനെ കണ്ടാൽ നമ്മൾ നോക്കി തിരിഞ്ഞു മാറ്റണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ടെഡി ഈസ് പ്രെറ്റി ഇമ്പോർട്ടൻറ്റ്. ടെഡി ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് യു ആർ സ്റ്റക്ക് ഇൻ ബിയർ ട്രാപ്പ്, ലുക്ക് അറ്റ് ഇറ്റ് ആൻഡ് പ്രസ് ദ ഹോൾ റിമൂവ് ബട്ടൺ. അതൊക്കെ നമുക്കറിയാം. യു ക്യാൻ ഹൈഡ് ആൻഡ് ബെഡ്സ് ആൻഡ് ഇൻ വാർഡ്രോബ്സ്. 5 days ടു എസ്കേപ്പ്. 5 ദിവസം എസ്കേപ്പ് ചെയ്യാൻ വാർഡ്രോബ്സിയും ബെഡിൻ്റെ കടയിൽ ഒളിച്ചിരിക്കാം. നമ്മൾ സമയം പോകുന്നു, നമുക്ക് നമ്മൾ ഗെയിമിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ എത്ര മിനിറ്റ് വേണം ഗെയിം പ്ലേ, പിന്നെ ഏതൊക്കെ ഗെയിം കളിക്കണം, എൻ്റെ വീഡിയോസൊക്കെ കൊള്ളാമോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ ചെയ്യണം. ഓക്കെ ഗൈസ്, ഓ ഇതാണ് ഗ്രാനി അമ്മച്ചിയുടെ വീട്. ഫുള്ള് തുരുമ്പിച്ച ഗ്രേറ്റൊക്കെ. ഇത് മറ്റേ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയാണ്. അയ്യോ മെകളി, സെക്യൂരിറ്റിയാ ക്യാമറ. അമ്മച്ചിക്ക് പുറകെ നിന്ന് മലത്തി അടിക്കും. അറിഞ്ഞൂടാ പറഞ്ഞത്. ഇപ്പം തിരിഞ്ഞൊക്കെ ഫ്രണ്ടിൽ കാണും മിക്കവാറും. ഇല്ലേ മോയെ ഗൈസ്, നമ്മൾ ത്രില്ലിംഗ് മോഡിൽ നമ്മൾ അകത്തേക്ക് എറിയുകയാണ്. എവിടെ നിന്നെങ്കിലും അടിച്ചിടും, പിന്നെ അല്ലാതെ നമ്മൾ തന്നെ വീടിൻ്റെ അകത്ത് എറിക്കും. എന്താ പറഞ്ഞ ക്യാമറ കാണാൻ പറ്റേക്കുന്നില്ല. ഈ വണ്ടിക്കകത്ത് നമുക്ക് ബുള്ളറ്റൊക്കെ കിട്ടും. പിന്നെ ഇതിൽ എന്തൊക്കെ എസ്കേപ്പ്? ട്രെയിൻ ഇത് വേറെ ഏതെങ്കിലും വേണം. ഏതെങ്കിലുമൊക്കെ വഴി എസ്കേപ്പ് ആവാം, അതും അറിയാം. അതുകൊണ്ടേക്കുന്നു. അപ്പോൾ അവൻ ഖത്തം. ബൈ ബൈ, ടാറ്റാ, ഗുഡ് ബൈ. ഈ കളവൻ്റെയും കളവിടെയും പ്രശ്നമാണ്. കാണത്തില്ല ബാക്കിൽ നിന്നൊക്കെ വരും. ഈ അമ്മാമയാണെങ്കിൽ ഇത്ര പോ താഴെ വരെയുള്ള നൈറ്റ് ഇട്ടുണ്ടെങ്കിൽ വരും മനുഷ്യനെ പഠിപ്പിക്കാൻ. ആണ് കള്ളപ്പെണ്ണുള്ള കാണത്തില്ല. ഇവിടെ ഇത് എനിക്കൊന്നും ഇവിടെ എന്തൊരു സാധനമുണ്ട്. അപ്പോൾ അതെടുത്ത് നമ്മൾ തുറക്കണം. ഒരു പിന്ന് അപ്പുറത്ത് ഷെൽഫിന് അതൊന്നും ഒന്നും ഇല്ലേ, പിന്നെ കാണാനോ ചേട്ടൻ അതാണ്ടിരിക്കണ. പിന്നെ കണ്ടേ കുനിയെന്ന് വയ്യ മോനെ. ലോക്ക് പിക്ക് എടുത്ത് നമ്മൾ ഇവിടുത്തെ ലോക്ക് തുറക്കണം. പിന്നെ ലോക്ക് തുറക്കാനല്ലാതെ ആ ഉണ്ണിയപ്പം ഉണ്ടാക്കി കളിക്കാനാണോ ബ്രോ? ഇങ്ങനെയായിരുന്നാ? ഞാൻ ഈ സൈഡ് നോക്കിക്കൊണ്ടിരുന്നു, കൈ എവിടെ? അങ്ങനെ കറങ്ങി പമ്പര കണക്കിന് കറങ്ങി ഞാൻ പമ്പരം കറങ്ങി തുറന്നു. സൂക്ഷിച്ചും കണ്ടു പോണം. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കടലിൻ്റെയും പിന്നെ കൊക്കയുടെയും നടക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആവും. ഇവിടെ നമുക്ക് 2 ഫ്ലാസ്ക് വെക്കാനൊക്കെ സീംസ് ടു ബി കൈൻഡ് ഓഫ് പെഡസ്റ്റൽ. ഫ്ലാസ്ക് വല്ല ഗ്ലാസ് കപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. വലിയ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. പാഡ്ലോക്ക് വേണം. ഇതറിയാൻ പറ്റൂല അമ്മച്ചി അപ്പാപ്പനും വരുന്നതൊക്കെ. ഇവരെവിടെയെങ്കിലുമൊക്കെ വന്നു നിന്നോളയും. ഞാനാണെങ്കിൽ പറഞ്ഞു പോകും. ഇതെന്താ മ്യൂസിക് ഇങ്ങനെ താഴോട്ടൊക്കെ വഴിയുണ്ട്. നമുക്ക് ഈ പെട്ടി തുറക്കണം. ക്രോബാർ, അതിനിടെ ക്രോബാർ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് കയറി ഒളിച്ചിരിക്കാൻ പറ്റേണ്ടതാണ്. ഒളിച്ചിരിക്കാം. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ഉണ്ടേ. കണ്ടാ ഗൈസ്, ഞാൻ അണ്ണൻ പിന്നെ പറഞ്ഞ നമുക്ക് ഇതെന്തോ അടിച്ചു പൊട്ടിക്കാൻ എന്തെങ്കിലൊക്കെ ഉണ്ട്. നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇവരെ ട്രെയിൻ സെൻറ്ററിൽ ഞാൻ
എന്നിട്ട് അമ്മച്ചി എരിയും. ഓ ഇപ്പം അമ്മച്ചിങ് വരും ഇതിൻ്റെ ശബ്ദം കേട്ട് ഈ റോബോട്ടിൻ്റെ. ഈ അമ്മച്ചി കൂടെ മണിയൊക്കെ വെച്ചിട്ടാണ്, അതാണ് പ്രശ്നം. അമ്മച്ചിക്ക് കിലുങ്ങി കളിക്കാനാണ് എൻ്റെ അമ്മക്ക് വണ്ടി. അമ്മക്കങ്ങനെ തള്ളിയിട. അപ്പം അമ്മച്ചി പോയി. അപ്പാപ്പനും കൂടെ വന്നിരുന്നെങ്കിൽ കളി പോവായിരുന്നു. വന്നില്ലേ? എന്തായാലും അമ്മച്ചി വരും, ഉറപ്പല്ലേ? മേക്കള്ളിലും നോക്കും താഴെയും നോക്കും, അമ്മച്ചി വരുമോ? ഇതോണ്ട് അമ്മച്ചിക്ക് ഇത്ര സ്പീഡുണ്ടോ? എൻ്റെ പൊന്നെ, എനിക്കത് അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കയറിയുന്നത്. പിടിച്ച് ചാടാനും പറ്റൂല. എൻ്റെ പൊന്നെ പെട്ട്. അയ്യോ ഇത് ഗ്ലിച്ചായി പോയി ഗൈസ്. ഈ ബോർഡ് ഞാൻ എന്നോട് തള്ളിയിട്ടാ. ഞാൻ തന്നെ അമ്മച്ചി ഇപ്പൊ വരും ഇവിടെ. എൻ്റെ 16 ആകുമ്പോ ഈ സാധനം എന്തോന്ന് ഉരുടി ഇരുന്ന് പോകാൻ പറ്റും. ഇതിവിടെ അങ്ങോട്ട് തട്ടിയിരിക്കുകയാണ് ഈ സാധനം. അമ്മച്ചി പോയി, എന്നെ കണ്ട് പേടിച്ച് പോയി. ദാണ്ടോ എന്നെ ആ സാധനം പിന്നും പേടിപ്പിക്കാനായിട്ട്. ഈ അവരെ മാറില്ല ആൾക്കാർ. അയ്യോ ഇനി അതിൻ്റെ അകത്ത് കയറിയാലും പ്രശ്നമാണ്. വട്ടം നാരങ്ങ കൊത്തി തിന്നാലോ. അതിൻ്റെ ഇടയ്ക്കില്ല സെൻറ്ററിനെ വന്നിട്ട് സെൻറ്ററിനെ ഓഫാക്കിയിട്ടാ. ഡേറ്റ് അയ്യോ 5 ദിവസമുള്ളൂ. ഡേറ്റ് പോയി. ഓക്കെ ഗൈസ്, നമ്മളിന്ന് സീരിയസ് ആയിട്ട് കളിക്കാൻ പോയാണ്. സീരിയസ് അതെന്ന് പറഞ്ഞാൽ 108 വിളിക്കണ്ട, പോലീസ് വരും. സോറി ആംബുലൻസ് ആണ്. എന്തെങ്കിലും ആവട്ടെ, എവിടെയെങ്കിലൊക്കെ എത്തുമല്ലേ അതറിഞ്ഞാൽ. ഇത് പിന്നെ തുറക്കണോ? നമ്മളിതിന് അപ്പാപ്പനെ കണ്ടില്ല. അല്ല അങ്ങനെ ആ തോക്കം പിടിച്ചോണ്ടാണ്. മിക്കവാറും നമുക്ക് ആ സ്ലിംഗ് ഷോട്ട് വെച്ച് അടിച്ച് പൊട്ടിക്കേണ്ടി വരും. ഇല്ല സ്ലിംഗ് ഷോട്ട് ഉണ്ട് എവിടെ നടക്കുന്നുണ്ട്. അതെടുത്ത് അപ്പാപ്പൻ്റെ മണ്ടക്കിട്ട് കൊടുക്കണം. ഈ അമ്മാമ്മയ്ക്ക് മുറുക്കണ ശീലം ഉണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ചോരയാണ്, മുറുക്കി തുപ്പിയിടുന്നതാണ്. ചോരയല്ല, ഞാൻ തന്നെ പറഞ്ഞിട്ട് ചോരയെന്ന് പറയുന്നത്. ഇതൊന്നും തുറക്കണം. അയ്യോ അതായി. അയ്യോ ഞാൻ പേടിച്ചു പോയി. ഒരാൾ അയ്യോ കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി. അയ്യോ എന്നെ നെഞ്ചിടിച്ചു പോയി. അയ്യോ അമ്മച്ചി ഇതെന്തരുത്, ഇത് ഗ്ലിച്ചായി പോയാണ്. അല്ലാണ്ട് അമ്മച്ചിയുടെ കാര്യമോ? ഈസി മോഡിലിട്ട് കളിച്ചാൽ അതാണ് ഗൈസ്. ഡേ 3 ഗ്ലിച്ചായി പോയതാണ്. എന്തരുത്. ഓക്കെ ഇനി എന്നെ ആരും വിളിക്കരുത്. ഓക്കെ സീരിയസ്. കള്ളക്കളവി എവിടെന്നെങ്കിലൊക്കെ കയറി വരും. ഇത് ഫ്ലോർ ക്രാക്ക് ചെയ്യും. സോറി, നമ്മൾ ഇത്രയും നേരം എന്തൊക്കെയോ കളിച്ചോണ്ടിരിക്കും. ഇല്ല പന്ന റോബോട്ട് അവിടെ കയറി കൊണ്ടാണ് പ്രശ്നം. നമ്മളങ്ങോട്ട് ചെന്ന് കയറിക്കോട്. സത്യം പിടിച്ച് ഗൈസ്. നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചാലഞ്ചസ് ഏറ്റെടുക്കുന്നതാണ്. ഇതൊന്നുമില്ലേ? അയ്യോ സ്ലെൻഡർ സത്യം പേടിച്ചു. ഞാൻ വിചാരിച്ച ഗ്രാനി ആയിരിക്കുമെന്ന്. ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട് മാച്ചസ്. അമ്മച്ചീനെ കത്തിക്കാനാണ്. ഷോർട്ട് ഗൺ ഉണ്ടാ? ഇല്ല കള്ളക്കളവൻ്റെ. അയ്യോ ഫ്ലോർ ക്രാക്ക് ചെയ്തു. ഇല്ല കള്ളക്കളവൻ്റേത് തോക്ക് അടിച്ചിട്ട് അതിലിട്ട് പൊട്ടിക്കാനുണ്ട്. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? അവിടെ കല്ല് കിടക്കുന്നു. അയ്യോ വിളിച്ചെന്ന് ഇറങ്ങി കൊടുത്ത്. ഇല്ല കൊച്ചുമോനുണ്ട് ഇവിടെ. അയ്യോ അവ ഇപ്പം ഒരു ജട്ടി ഇട്ടോണ്ട് വരും, അലക്കാത്ത ജട്ടി. ഇപ്പോൾ വരും അവൻ, കണ്ടോ കറങ്ങിച്ചല്ല. അവൻ കാണണമെങ്കിൽ ഈ BGM നമ്മളോട് പേടിയാവുന്നത്. എവിടെന്നെങ്കിലൊക്കെ വരുന്നെന്ന് പറഞ്ഞു. ഇവിടെ എവിടെയെങ്കിലും കാണും കൊച്ചുമോനില്ല. കൊച്ചുമോൻ അയ്യോ അയ്യോ അതെനിക്കറിയത്തില്ലായിരുന്നു ഗൈസ്. അതിനകത്ത് മുതല ഉണ്ടെന്നാ മെഴിച്ചാരി ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അത് ചീറ്റിങ്, അത് പറ്റത്തില്ല ഗൈസ്. ഡേ 4 നമ്മൾ ആദ്യമായിട്ടല്ലേ കളിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റും. ഇത് സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. ഇത് ഏറ്റവും വലിയ പ്രശ്നമാണ്. എനിക്കിതിൽ എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് അറിഞ്ഞൂടാ. അല്ല പിന്നെ ബാക്കി എല്ലാവരും അറിഞ്ഞിട്ടാണല്ലോ. പതുക്കെ പോയില്ലെങ്കിൽ അമ്മച്ചി വന്ന് പൊട്ടിക്കും. നോക്കി പോണം. അയ്യോ നമ്മൾ മാച്ചസിലാണ് കളിക്കുന്നത്.
അയ്യോ അമ്മച്ചി ഓടിക്കോ. ഞാൻ കണ്ടില്ല, പിന്നെ ആ കൈ വീശൊന്നും ഞാൻ കഴിച്ച അപ്പാപ്പനായിരിക്കും. അങ്ങനെ തോക്കുണ്ട്. ഇവർ ഫ്രണ്ടിൽ ചൊളിച്ച് അവർ കണ്ണു പിടിക്കുമല്ലോ. അയ്യോ ഒളിച്ച റിസ്ക്കാണ്. അയ്യോ താഴെ ചെന്ന് ഇറങ്ങിക്കൊടുത്ത്. എൻ്റെ പൊന്നേൽ അവിടെ ബ്ലോക്ക് അല്ലേ, ട്രാഫിക് അല്ലേ ഇവിടെ. ആ ഇവിടെ നമുക്കൊരു സാധനം താഴെ ഇടാൻ പറ്റും. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞല്ലോ. അമ്മച്ചി താഴെ ഓടിക്കോ. അയ്യോ തോണ്ടിരിക്കുന്നു. ഇപ്പൊ അണ്ണാക്കി ചെന്ന് കയറി കൊടുത്താനെ. കള്ളക്കളവി അവിടെ പണി വിട്ടിട്ട് ഈ സൈഡിൽ കൂടെ പോകാൻ പറ്റും. മാ പിടിച്ച്. അയ്യോ കള്ളക്കളവി മുറുക്കാനും ചമച്ച വായും കൊണ്ട് വരും. അല്ലും തേക്കൂല. ലാസ്റ്റ് ഡേ എടാ, നമ്മൾ പുതിയ പ്ലെയേഴ്സ് അല്ലേ, നമ്മൾ പുതിയ തലമുറകളായി ഡെവലപ്പ് ചെയ്ത് വരുന്ന കൊച്ചി പിഞ്ച് മനസ്സല്ലേ, അവരെയൊക്കെ ഇങ്ങനെ പേടിപ്പിക്കാവോ? ഗ്രാനി നമ്മളൊരു കാര്യം, നമ്മളിതിന് അപ്പാപ്പനെ കണ്ടില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് മേളിൽ ഇപ്പോൾ അപ്പാപ്പനെ കണ്ടിട്ടില്ല. എങ്ങനെ എന്തായാലും മേളിലായിരിക്കും, തപസ്സിയായിരിക്കും അവിടെ. ഈ ഫ്ലോറ് അതാണ് പ്രശ്നം. ആ തേനല്ലേ ഇവിടെ ഒരു സൗണ്ട്. ഞാൻ ഇവിടെ എന്നതോ നടക്കുതേ, എന്നതോ ഞാൻ കേക്കുതേ. അമ്മച്ചി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ലിഫ്റ്റും കണ്ടില്ല. അതാണ്ട് ഉണ്ടാ. എനിക്കിത് കേൾക്കുമ്പോൾ പേടിയാവുന്നു, എവിടെ നോക്കി വരുന്നെന്നും പറഞ്ഞു. എന്നാൽ ഗ്രാനി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും വേറെ വല്ലതാണെന്ന്. നമുക്ക് ലിഫ്റ്റ് കയറി മളിപ്പെട്ടു. സൂപ്പർ ഗ്രാനി മിക്കവാറും നമ്മളെ കെട്ടി തൂക്കും. കണ്ടോ? അയ്യോ വണ്ടിക്കകത്തിന് പറഞ്ഞുകൂടെയാണോ? നല്ല തീരുമാനം. ദാണ്ടിരിക്കുന്നില്ല കള്ളക്കളവൻ, പടക്കോട്ട് പൊട്ടിക്കണ. ഇതെന്തൊരു ദീപാവലിയാ? ഓ പൊട്ടും. ഓ പിന്നെ മാസ്, നിന്റെ ആ കണ്ണാടി വെച്ച ആ കണ്ണടിച്ച് ഞാൻ പൊട്ടിക്കും. നീ കണ്ടോ എൻ്റെ കണ്ണാടി? കണ്ണവൻ്റെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ജോയിൻ്റ് ആണ്. സോ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.